ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വ്ലോഗ് എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റൽ വിസിറ്റാണ്. എപ്പോഴത്തെയും പോലെ അച്ഛനല്ല ഇന്നത്തെ NS-കാരുടെ ഇര, ഞാനാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് വന്നു. അത് കുറച്ച് നാളായിട്ടുണ്ട്, പക്ഷെ അതിന് അത്ര കണ്ട് സീരിയസ് ആയിട്ട് എടുത്തില്ല. പക്ഷേ ഇപ്പം വന്ന് അത് കുറച്ച് പ്രശ്നങ്ങളിലോട്ട് പോയി. അപ്പം പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഇന്ന് ഞാനും അമ്മയും കൂടെ ഹോസ്പിറ്റലിൽ പോവുകയാണ്. അപ്പോൾ വീട്ടിൽ അച്ഛൻ മാത്രമേ ഉള്ളൂ. അച്ഛൻ ഒറ്റയ്ക്കേ ഉള്ളൂ, കാരണം പിള്ളേർ സ്കൂളിൽ പോയി. അപ്പം ഹോസ്പിറ്റലിൽ പോയിട്ട് പെട്ടെന്ന് വരണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോണത്. പക്ഷെ എന്താവും എന്നറിയത്തില്ല. എന്തായാലും അച്ഛനെ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ തന്നെയാണ് പോകുന്നത്. NS-ൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മളെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് ഒരു ആട്ടോ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അങ്ങോട്ട് NS-ലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു കുറച്ച് സമയം ഹോസ്പിറ്റൽ ടൈം ആയിരിക്കും. കാരണം NS-ലെ ഒരു യാത്രയെന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് വരാനായിട്ട് തന്നെ വൈകിട്ടൊക്കെ ആവും, കാരണം അത്ര തിരക്കാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ദിവസം ഹോസ്പിറ്റലിലാണ് നമ്മൾ. പിന്നെ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്, നമ്മൾ അന്ന് അമ്പലത്തിൽ പോയില്ലേ, മുഖത്തല, ആ അമ്പലത്തിൻ്റെ അടുത്തൂടെയാണ് കേട്ടോ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത്. എപ്പോഴും നമ്മൾ ആ വഴി പോകുന്നതാണ് നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് കുറച്ചും കൂടെ എളുപ്പം. അപ്പോൾ നമ്മൾ ആ വഴി കൂടെ തന്നെയാണ് പോകുന്നത്. പോയിട്ട് നേരത്തെ വരണമെന്നാണ് വിചാരിക്കുന്നത്, കാരണം ശിവാനി സ്കൂളിൽ നിന്ന് നേരത്തെ വരും. 3 മണിയാകുമ്പോഴത്തേക്ക് അവൾ വരും. പക്ഷെ അപ്പോഴത്തേക്ക് വരാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ എന്തുവാന്ന് നോക്കാം. അങ്ങനെ വേണ്ടത് നമ്മൾ നമ്മുടെ സ്വന്തം ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. കാരണം ഇതിപ്പോൾ നമ്മുടെ സ്വന്തം ഹോസ്പിറ്റലായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ വന്ന് നമ്മൾ നല്ല തിരക്കുണ്ട്. അപ്പം ടോക്കണൊക്കെ എടുത്തിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അവിടെ ഇപ്പം ന്യൂ രജിസ്ട്രേഷനൊക്കെ നല്ല തിരക്കാണ്. അപ്പം നമ്മളത് രജിസ്റ്ററൊക്കെ ചെയ്തിട്ട് അവിടെ വെയിറ്റ് ചെയ്യണം. പിന്നെ നമ്മളെ ഡോക്ടറെ കാണാനായിട്ടുള്ള ടോക്കൺ എടുക്കാനായിട്ട്. അപ്പം ടോക്കണൊക്കെ എടുത്ത് വെയിറ്റ് ചെയ്തു. ഡോക്ടറിനെ കയറി കണ്ടു കഴിഞ്ഞപ്പോൾ ബ്ലഡ് ടെസ്റ്റും യൂറിൻ ടെസ്റ്റും ഒക്കെ പറഞ്ഞു. അതൊക്കെ ചെയ്തിട്ട് കുറേ സമയം ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഫുഡ് കഴിക്കാം. ബ്ലഡൊക്കെ എടുത്തപ്പോഴത്തേക്ക് ആകപ്പാടെ കുഴഞ്ഞു പോയി. അപ്പോഴത്തേക്ക് പിന്നെ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങി. അങ്ങനെ ഞാനും അമ്മയും കൂടെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ആ കാണുന്നത് അവിടുത്തെ കുറേ ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ. അപ്പോൾ ആ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉള്ളൊരു ഹോട്ടലാണ്. അപ്പോൾ നമ്മളവിടെ കയറി, നമ്മൾ ഇതുവരെയും ഹോസ്പിറ്റലിൽ വന്നിട്ട് അങ്ങനെ വെളിയിൽ പോയി അങ്ങനെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അവിടെ കയറി ഫുഡൊക്കെ കഴിച്ച് പെട്ടെന്ന് തിരിച്ച് വന്ന് ഇങ്ങനെ അവിടെ ഞാനും അമ്മയും കൂടെ ഇങ്ങനെ അവിടെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ വെറുതെ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ്. ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ബൂമറാങ് വീഡിയോ ചെയ്യില്ല, അപ്പോൾ വെറുതെ സ്റ്റോറി ഇടാൻ അങ്ങനെ ഒരെണ്ണം എടുത്തതാണ്. അങ്ങനെ ബ്ലഡിൻ്റെ ടെസ്റ്റ് ചെയ്തതിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡോക്ടറിനെ കാണണം. കണ്ടിട്ട് എന്താണെന്നൊക്കെ ഉള്ളത് വഴിയെ പറയാം. അങ്ങനെ ബ്ലഡിൻ്റെ ടെസ്റ്റ് റിസൾട്ട് കണ്ടു. ഡോക്ടറിനെ കാണിച്ചപ്പം നാളെ വീണ്ടും വരണം, വേറൊരു ടെസ്റ്റ് കൂടെ നടത്തണമായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നാളെ കിട്ടത്തുള്ളൂ. അപ്പം അതൊക്കെ വാങ്ങിച്ചിട്ട് നാളെ വരാം.